Hello friends, welcome back to my YouTube channel. It's me Nyka. ഞാനിന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറേ നാളുകളായിട്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് അഫോർഡബിളും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഒന്നും അല്ല, പക്ഷെ ഞാൻ മേടിച്ചപ്പം നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിതിന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് വന്നത്. ഞാൻ ഇത് നൈക്കയിൽ നിന്നാണ് മേടിച്ചത്. നമുക്കപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വന്നേക്കുന്നതെന്ന്. അപ്പം നല്ല കറക്റ്റ് നല്ല ടൈറ്റ് പാക്കിംഗ് ആയിട്ട് നല്ല സേഫായിട്ടാണ് ഇവർ പാക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് പേപ്പേഴ്സ്, അതിൻ്റെ കൂടെ എന്തോ ഒരു സംഭവമുണ്ട്, എന്താ നമുക്ക് നോക്കാം. അവരതിൻ്റെ കൂടെ ലാക്മേയുടെ ഒരു CC ക്രീം ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ബോക്സിലാക്കിയാണ് ഇവർ പാക്ക് ചെയ്തേക്കുന്നത്. നമുക്കത് തുറന്നെടുക്കാം. ഇതിലും നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് പാക്കേജ്, ഒരു കേടും വരാത്ത രീതിയിൽ അവർ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ കുറേ നാളായിട്ട് മേടിക്കാൻ ആഗ്രഹിച്ച മേക്കപ്പ് കിറ്റ്. ഇത് ടെംപ്റ്റുവിൻ്റെ എയർബ്രഷ് മേക്കപ്പ് കിറ്റാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ഒരു 8 ഫൗണ്ടേഷനും 2 ഹൈലൈറ്ററും 2 ബ്ലഷും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എയർപോഡാണ്. ഇതിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ഒഴിച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ സിലിക്കൺ ബേസ്ഡ് ക്ലെൻസർ. നമ്മൾ ഓരോ പ്രാവശ്യവും ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യാതെ നമുക്ക് അടുത്ത ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലെൻസർ. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുവാണ്. ഇതാണ് അവർ തന്നേക്കുന്ന മാനുവൽ. ഇതിൻ്റെ അകത്ത് എല്ലാം അവർ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഇതാണ് എയർ ബ്രഷ് കംപ്രസർ. ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു 3 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. പിന്നെ ഓരോ ടാപ്പിലും നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 ലെവൽസ് ഉണ്ട് ഇതിൽ. പിന്നെ നമ്മൾ 3 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ലോയും ഹൈയും ആയിട്ട് നമുക്ക് എത്ര വേണം മേക്കപ്പ്, ഹൈ മേക്കപ്പ് ആണോ അതനുസരിച്ച് നമുക്ക് ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ചാർജിങ് പോയിൻ്റ് വരുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ചാർജിങ് പോയിൻ്റ് വരുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ അവരൊരു USB കോഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അഡാപ്റ്റർ നമുക്കില്ല. അതിന് പകരം നമുക്ക് നമ്മുടെ ചാർജറിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ആ എയർപോഡ് ഫിക്സ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എയർപോഡ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ ഭാഗം നമ്മളിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആകും. ഈ ഭാഗമാണ് നമ്മളിനി കംപ്രസറിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഈ ഭാഗം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർ ഇവിടെ ഒന്ന് ഫസ്റ്റ് ടൈം ഒന്ന് പുള്ളി ചെയ്യണം. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ. ഞാൻ അറ്റാച്ച് ചെയ്യുവാണ്. ലൈക്ക് ദിസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫൗണ്ടേഷൻ ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതിന് എത്ര കവറേജ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഇത്രയുമാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഫൗണ്ടേഷൻസ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഏകദേശം എൻ്റെ ഒരു മാച്ച് നോക്കിയിട്ട് എടുക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും എൻ്റെ എക്സാക്റ്റ് മാച്ച് എന്ന് തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ നമ്മൾക്ക് ചുമ്മാ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒരു 2-3 ഡ്രോപ്സ് മതി ഒരു ഫുൾ ഫേസ് കവർ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഭാഗം നമ്മളിങ്ങനെ മുകളിലേക്ക് വെച്ച് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 2-3 ഡ്രോപ്സ് ഇട്ട് കൊടുക്കാം. ഡ്രോപ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു 3 സെക്കൻഡ്സ് പിടിക്കുമ്പം ഇത് ഓണായി. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിങ്ങനെ ഞാൻ പ്രസ് ചെയ്തപ്പോഴേക്കും അത് 2nd ലെവലിലാണ്, ഞാനത് 3rd ലെവലിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ പുള്ള് ചെയ്യുക. ഇവിടെ പുള്ള് ചെയ്തിട്ട് എനിക്കിവിടെ ഒരു മാർക്കുണ്ട്, അത് കവർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിലാണ് നമ്മൾ ഇത് ഫൗണ്ടേഷൻ അടിക്കേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എൻ്റെ ഈ ഭാഗം ഞാൻ ഫൗണ്ടേഷൻ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗത്തേക്ക് ഫൗണ്ടേഷൻ ഇല്ല. ഇതിനെ ഫുൾ കവറേജ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ബേസ് കൊടുത്തിട്ട് വേണം ഇത് പുറമേ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ഡ്യൂയി ഫിനിഷും ഒരു പെർഫെക്റ്റ് ഫിനിഷിങ്, അവസാനത്തെ ഒരു പെർഫെക്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നല്ല ഡ്യൂയി ഫിനിഷും ഒരു കംപ്ലീറ്റ് ഫിനിഷിങ്ങും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കറക്റ്റ് എക്സാക്റ്റ് മാച്ച് കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യണമെന്നും കൂടി നോക്കാം. ഇത് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത സിലിക്കോൺ ബേസ്ഡ് ക്ലെൻസറാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട സെയിം സ്പേസിൽ കൂടെ തന്നെ ഇതും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഡ്രോപ്പ് ഇടുവാണ്. ഞാനൊരു 3 ഡ്രോപ്സ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്തെങ്കിലും ഒരു വൈറ്റ് പേപ്പറോ ടിഷ്യൂവോ എടുത്തിട്ട്, ഞാനിവിടെ വൈറ്റ് പേപ്പർ എടുക്കുന്നത്, നമ്മൾ സാധാരണ ഇത് ഓപ്പൺ ചെയ്യണ പോലെ തന്നെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് ഫുൾ ഫൗണ്ടേഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലീൻ ആയി എന്ന് ഉറപ്പ് വരുത്തണം. അവിടെ അത്രയും ഇപ്പോൾ ഇവിടെ വരുന്നില്ല, അതിനർത്ഥം ഇത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് കംപ്ലീറ്റ് ക്ലീനായി. ഇപ്പം വൈറ്റ് കളർ തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിനർത്ഥം ഇത് കംപ്ലീറ്റ് ക്ലീനായി എന്നാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഓവറോൾ ഒരു റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല പിമ്പിൾ മാർക്സ് ഉള്ളത്, പിഗ്മെൻറ്റേഷൻ ഉള്ള ബ്രൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ബേസ് കൊടുത്തിട്ട് പിന്നെ ഇത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് ഞാൻ നൈക്കയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് അറൗണ്ട് 32,000 ആയി. ഇതിന് താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വയേർഡ് ആയിട്ടുള്ളതും വയേർഡ് ഇല്ലാതെ പെൻ ടൈപ്പ് വരുന്നതും ഒക്കെ എയർ ബ്രഷ് മേക്കപ്പിൽ വരുന്നുണ്ട്. അത് ഇത്രയും കോസ്റ്റ്ലി അല്ല, ഒരു 20,000 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും കുറേ അൺബോക്സിങ് വീഡിയോയും മേക്കപ്പ് ട്യൂട്ടോറിയൽസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.